ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ PSC ചോദിക്കുന്ന ജനറൽ നോളേജ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടിയൊരുക്കുന്ന രീതി. ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടിയൊരുക്കുന്ന രീതി ടോപ്പിയറി. കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല ഏതാണ്? കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല ഏതാണ്? മലപ്പുറം. തൈറോയ്ഡ്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെറ്റിനിസം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഏതാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഏതാണ്? രാമേശ്വരം ക്ഷേത്രത്തിലെ ഇടനാഴി. ഓസ്കാർ പുരസ്കാരവും നോബൽ സമ്മാനവും നേടിയ ആദ്യ വ്യക്തി. ഓസ്കാർ പുരസ്കാരവും നോബൽ സമ്മാനവും നേടിയ ആദ്യ വ്യക്തി ജോർജ് ബെർണാഡ് ഷാ. കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണം. കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണം വിൻഡ് വെയിൻ. അവനവൻ കടമ്പ എന്ന നാടകത്തിൻ്റെ രചയിതാവ്. അവനവൻ കടമ്പ എന്ന നാടകത്തിൻ്റെ രചയിതാവ് കാവാലം നാരായണ പണിക്കർ. കമുകിൻ്റെ ശാസ്ത്രീയ നാമം. കമുകിൻ്റെ ശാസ്ത്രീയ നാമം അരയ്ക്ക കറ്റയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് മാജുലി ദ്വീപ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ. ആദ്യ കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ. ആദ്യ കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 127. ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങൾ എത്ര? ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങൾ എത്ര? 6. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രി. കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രി AR മേനോൻ. 2021 വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ്. 2021 വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ് ബെന്യാമിൻ. 2021 ഒക്ടോബറിൽ അന്തരിച്ച ഇറാന്റെ മുൻ പ്രസിഡന്റ്. 2021 ഒക്ടോബറിൽ അന്തരിച്ച ഇറാന്റെ മുൻ പ്രസിഡന്റ് ബനി സദർ. 2021 ഒക്ടോബറിൽ അന്തരിച്ച ഹിമാലയത്തിലെ പ്രശസ്തമായ വശിഷ്ഠ ഗുഹയിലെ മലയാളി സന്യാസി. 2021 ഒക്ടോബറിൽ അന്തരിച്ച ഹിമാലയത്തിലെ പ്രശസ്തമായ വശിഷ്ഠ ഗുഹയിലെ മലയാളി സന്യാസി സ്വാമി ചൈതന്യാനന്ദ പുരി.
മികച്ച സംരംഭകനുള്ള 2021 ഡോക്ടർ കലാം സ്മൃതി പുരസ്കാരം ലഭിച്ച വ്യക്തി. മികച്ച സംരംഭകനുള്ള 2021 ഡോക്ടർ കലാം സ്മൃതി പുരസ്കാരം ലഭിച്ച വ്യക്തി. TS കല്യാണരാമൻ. 2021 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ മുൻ സെക്രട്ടറി ജനറൽ. 2021 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ മുൻ സെക്രട്ടറി ജനറൽ. പ്രദീപ് കുമാർ ലാഹിരി. അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ട മന്ത്രിസഭ ഏത് ഭരണാധികാരിയുടേത് ആയിരുന്നു? അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ട മന്ത്രിസഭ ഏത് ഭരണാധികാരിയുടേത് ആയിരുന്നു? ശിവാജി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 2010. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആര്? ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആര്? ധർമ്മരാജാവ്. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് ആര്? ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് ആര്? അക്ബർ. ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ. ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഖിൽജി. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആര്? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആര്? തോമസ് ജെഫ്സൺ. 5 ഭാഷകളിൽ വരികളുള്ള ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? 5 ഭാഷകളിൽ വരികളുള്ള ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ദക്ഷിണാഫ്രിക്ക. മഗ്സാസെ പുരസ്കാരം നേടിയ ആദ്യത്തെ കേരളീയൻ ആര്? മഗ്സാസെ പുരസ്കാരം നേടിയ ആദ്യത്തെ കേരളീയൻ ആര്? വർഗീസ് കുര്യൻ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമേത്? ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമേത്? 1911. ഏത് കലാരൂപത്തിലെ കുലപതിയായിരുന്നു അമ്മന്നൂർ മാധവ ചാക്യാർ? ഏത് കലാരൂപത്തിലെ കുലപതിയായിരുന്നു അമ്മന്നൂർ മാധവ ചാക്യാർ? കൂടിയാട്ടം. തോൽവിറക് സമരത്തിൻ്റെ സമരനായിക. തോൽവിറക് സമരത്തിൻ്റെ സമരനായിക. M. കാർത്യായനി അമ്മ. കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ്. കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ്. ഓമന കുഞ്ഞമ്മ. കനലെരിയും കാലം എന്ന ആത്മകഥ രചിച്ചത്? കനലെരിയും കാലം എന്ന ആത്മകഥ രചിച്ചത്? കൂത്താട്ടുകുളം മേരി. പരിവ്രാജിക എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക. പരിവ്രാജിക എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക. AK രാജമ്മ. ഉച്ചവെയിലും ഇളംനിലാവും എന്ന കൃതി രചിച്ചത്? ഉച്ചവെയിലും ഇളം നിലാവും എന്ന കൃതി രചിച്ചത്? രാജലക്ഷ്മി. കേരളത്തിലെ ആദ്യ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം. കേരളത്തിലെ ആദ്യ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം. ഹിമായത്തുൽ ഇസ്ലാം സഭ. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ വിപ്ലവകരമായ സ്വാധീനം ചെലുത്തിയ കുടുംബം.
കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ വിപ്ലവകരമായ സ്വാധീനം ചെലുത്തിയ കുടുംബം. മഖ്ദൂം കുടുംബം. മലയാളത്തിൽ ആത്മകഥ എഴുതിയ ആദ്യ വനിത. മലയാളത്തിൽ ആത്മകഥ എഴുതിയ ആദ്യ വനിത. ബി. കല്യാണിയമ്മ. കണ്ടകൈ പുല്ലുപറി സമരം നയിച്ച വനിത. കണ്ടകൈ പുല്ലുപറി സമരം നയിച്ച വനിത. പി. കെ. കുഞ്ഞാക്കമ്മ. വാർധ ആശ്രമത്തിലെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത്. വാർധ ആശ്രമത്തിലെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത്. കൂത്താട്ടുകുളം മേരി. കൊല്ലവർഷം ആരംഭിച്ചത് എന്നു മുതലാണ്? കൊല്ലവർഷം ആരംഭിച്ചത് എന്നു മുതലാണ്? AD 825. ഉറുമി ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിൽ? ഉറുമി ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ്? കോഴിക്കോട്. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മഹാകവി ആര്? ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മഹാകവി ആര്? കുമാരനാശാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ആശ്ചര്യ ചൂടാമണി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ആശ്ചര്യ ചൂടാമണി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ശക്തിഭദ്രൻ. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ എത്തിയ ആദ്യ മലയാളി. ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ എത്തിയ ആദ്യ മലയാളി. TN ശേഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എഡ്വേർഡ് ടെല്ലർ. സെൻസസ് എന്നത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? സെൻസസ് എന്നത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? യൂണിയൻ ലിസ്റ്റ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ആധാരമാക്കി കേരളസിംഹം എന്ന നോവൽ രചിച്ചത് ആര്? പഴശ്ശിരാജാവിൻ്റെ ജീവിതം ആധാരമാക്കി കേരളസിംഹം എന്ന നോവൽ രചിച്ചത് ആര്? സർദാർ KM പണിക്കർ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28.